Morning, dear students. Today we are going to start our section with the functions of Golgi complex. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഗോൾജി കോംപ്ലക്സ് എന്നും അതിൻ്റെ ഒരു ഓർഗനൈസേഷനും അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കുവാണേ. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നോക്കുമ്പം ഏറ്റവും നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പറയേണ്ടത് ഗോൾജി കോംപ്ലക്സിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സെക്രീറ്ററി ഗ്രാന്യൂൾസ് ആൻഡ് ഇറ്റ്സ് റിലീസ്. അതാണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സെക്രീറ്ററി ഗ്രാനുവൽസ് ഗോൾജിന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഗോൾജിയുടെ മെംബ്രെയിൻസ് എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകത്തില്ലേ? അപ്പോൾ അത് റീസൈക്കിൾ ചെയ്യണം. അതാണ് രണ്ടാമത്തെ, റീസൈക്ലിംഗ് ഓഫ് സെക്രീറ്ററി വെസിക്കിൾ മെംബ്രെയിൻ കമ്പോണൻസ്. ഇനി അടുത്തൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോസിലേഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഫോം ചെയ്ത് വരുമ്പം അതിന് കുറേ മോഡിഫിക്കേഷൻസ് വേണം. ആ മോഡിഫിക്കേഷൻസ് ചെയ്യുന്ന ആൾ ഗോൾജി കോംപ്ലക്സ് ആണ്. അങ്ങനെയുള്ള മോഡിഫിക്കേഷൻ പലതുണ്ട്. അതിൽ ഒന്നാണ് ഗ്ലൈക്കോസിലേഷൻ. ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നത് ഗോൾജി കോംപ്ലക്സിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അതാണ് അടുത്ത ഫങ്ഷൻ. ഇനി അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് ഫോർമേഷൻ ഓഫ് അക്രോസോം ഓഫ് സ്പേം സെൽസ്. അക്രോസോം കേട്ടിട്ടുണ്ടോ? ഈ അക്രോസോം എവിടെയെങ്കിലും? അക്രോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേം സെൽസിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ആണ്. അക്രോസോം ഇല്ലെങ്കിൽ സ്പേംസിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. അതിന്റെ ഫങ്ഷൻ എന്തോ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഫങ്ഷൻ പിന്നെ ചെയ്യാൻ പറ്റില്ല അക്രോസോം ഇല്ലെങ്കിൽ. അപ്പോൾ ആ അക്രോസോം ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലെ സെൽ വാൾ ഫോം ചെയ്യാനും ഗോൾജി കോംപ്ലക്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓരോ ഫങ്ഷൻസ് നമുക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിലെ ഫസ്റ്റ് ഫങ്ഷൻ മീൻസ് ഫോർമേഷൻ ഓഫ് സെക്രീറ്ററി ഗ്രാനുൾസ് ആൻഡ് ദെയർ റിലീസ്. അപ്പോൾ ഇങ്ങനൊരു അറേഞ്ച്മെന്റ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആ സെക്രീറ്ററി ഗ്രാനുൾസിന്റെ ഫോർമേഷൻ അതിന്റെ റിലീസ് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ട. ഇത് ന്യൂക്ലിയസ്, ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇത് നമ്മുടെ ഗോൾജി കോംപ്ലക്സ്, ഇത് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം നോക്കിക്കോ, ഇപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തോ പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് പ്രോട്ടീൻ ഫോം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇതിനോട് ചേർത്ത് ഒരു അഡ്രസ്, ഒരു സിഗ്നൽ വന്ന് അറ്റാച്ച് ചെയ്യും. സിഗ്നൽ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ വീട്ടിൻ്റെ അഡ്രസ്സ് കണക്ക്. അപ്പോൾ അതിലുണ്ടല്ലോ അത് എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പം ഈ അഡ്രസ്സ് നോക്കിയിട്ട് അഡ്രസ്സ് അനുസരിച്ചിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുന്ന ആളാരാണ്? ഗോൾജിയാണ്. അപ്പം ഗോൾജിയാണ് ട്രാൻസ്പോർട്ടർ, പോസ്റ്റ്മാനെ പോലെ അല്ലേ? അപ്പം ഇവിടുന്ന് ഈ പ്രോട്ടീൻ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബൾജ് ചെയ്തിട്ട് ഒരു വെസിക്കിൾ ഫോം ചെയ്യും. ഇതിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട്, ഈ പ്രോട്ടീനെ എൻഗൾഫ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന വെസിക്കിളിന്റെ പേരാണ് ട്രാൻസിഷണൽ എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഈ ട്രാൻസിഷണൽ എലമെന്റ്സ് ചേർന്നിട്ട് സിസ് ഗോൾജിയുമായിട്ട് കമ്പൈൻ ചെയ്യും. സിസ് ഗോൾജിയായിട്ട് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ സിസ്റ്ററിനെ എല്ലോട്ടങ്ങ് മൂവ് ചെയ്യും. കമ്പൈൻ ചെയ്ത് അപ്പം ട്രാൻസ് ഗോൾജിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഇതേ കണക്കതൊരു വെസിക്കിൾ ബൾജ് ഔട്ട് ചെയ്തിട്ട് ഒരു വെസിക്കിൾ ഫോം ചെയ്യും. ആ വെസിക്കിളിന്റെ പേരാണ് സെക്രീറ്ററി ഗ്രാന്യൂൾസ്. അപ്പം സെക്രീറ്ററി ഗ്രാന്യൂൾസ് എങ്ങനെ ഫോം ചെയ്യുന്നു മനസ്സിലായല്ലോ. ഇനി സെക്രീറ്ററി ഗ്രാന്യൂൾസ് നോക്കിയിട്ട് ഇത് പുറത്തേട്ട് റിലീസ് ചെയ്യേണ്ട സബ്സ്റ്റൻസ് ആണ് എങ്കിൽ ഇതിങ്ങനെ പോയിട്ട് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ചേരുമ്പോൾ അതിൻ്റെ കണ്ടന്റ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് പുറത്തോട്ട് റിലീസ് ചെയ്യേണ്ട സബ്സ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് റിലീസ് ചെയ്യുന്നത്. ഇനി അതല്ല, ഈ അതിനകത്ത് സെക്രീറ്ററി ഗ്രാന്യൂൾസിനകത്തുള്ള പ്രോട്ടീൻസ് വേറെ ഏതെങ്കിലും കമ്പാർട്ട്മെന്റ്സ്, അതായത് മൈക്രോ ബോഡീസിനകത്തോ ലൈസോസോമിനകത്തോ പോകേണ്ടതാണെങ്കിൽ ആ വെസിക്കിൾസ് ഏതുമായിട്ട് കമ്പൈൻ ചെയ്യും? ലൈസോസോംസോ മൈക്രോ ബോഡീസോ അതുമായിട്ടൊക്കെ പോയി കമ്പൈൻ ചെയ്യും. സോ ഇങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് സെക്രീറ്ററി ഗ്രാന്യൂൾസ് ആൻഡ് ദെയർ റിലീസ് നടക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെ ഉള്ള ഈ ഗോൾജി കോംപ്ലക്സ് ഏറ്റവും കൂടുതലുള്ളത് ഏത് സെൽസിലാണെന്ന് അറിയോ? ഗോബ്ലറ്റ് സെൽസ് എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗോബ്ലറ്റ് സെൽസ് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ആണ്. മ്യൂക്കസ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ, അതുകൊണ്ട് എവിടെയൊക്കെ മ്യൂക്കസ് ലൈനിങ് വേണോ അവിടെയെല്ലാം ബിറ്റ്വീൻ ദ എപ്പിത്തീരിയൽ സെൽസ് ഈ ഗോബ്ലറ്റ് സെൽസ് ഉണ്ടാവും, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള സെൽസിന്റെ ഉള്ളിൽ ഈ ഗോൾജി കോംപ്ലക്സിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫങ്ഷൻ ആണ് റീസൈക്ലിംഗ്.
അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾജി കോംപ്ലക്സിൽ നിന്ന് സെക്രീറ്ററി ഗ്രാനുൾസ് ഫോം ചെയ്ത് വെസിക്കിൾസ് പ്ലാസ്മ മെംബ്രെയിനിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾജി കോംപ്ലക്സ് ഇല്ലാതായി പോകും. അപ്പോൾ തിരിച്ച് പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് വെസിക്കിൾസ് ആയിട്ട് വന്ന് ഗോൾജിയിലോട്ടും ചേരണം അല്ലേ? എന്നിട്ടെല്ലാം അത് ഇൻടാക്റ്റ് ആയിട്ടിരിക്കും ഗോൾജി. അപ്പോൾ അതെങ്ങനെയാണ് നോക്കി. ഇപ്പോൾ ഇത് പ്ലാസ്മ മെംബ്രെയിൻ, ഇത് സെക്രീറ്ററി ഗ്രാനുൾ, ഇത് പോയിട്ട് പ്ലാസ്മ മെംബ്രെയിനോട് ജോയിൻ ചെയ്ത് ഈ കണ്ടന്റ് ഇതിൻ്റെ ഏത് കണ്ടന്റ് ആണോ റിലീസ് ചെയ്യും. ആ സെക്രീറ്ററി ഗ്രാനുവലിൻ്റെ പോർഷൻ ഇതുമായിട്ട് അങ്ങ് ചേരും, പ്ലാസ്മ മെംബ്രെയിനോട്ട് ചേരും. അത്രയും പോർഷൻ അപ്പം ഗോൾജിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പം അതെങ്ങനെ റീഗെയിൻ ചെയ്യുക? പിന്നെ വേറൊരു സബ്സ്റ്റൻസ് അകത്തോട്ട് എടുക്കണം ത്രൂ ഏത് പ്രോസസ്സാണ്? എൻഡോസൈറ്റോസിസ്. അപ്പോൾ എൻഡോസൈറ്റോസിസ് വഴി അകത്തോട്ട് എടുക്കുമ്പോൾ അകത്തേക്ക് എന്തുവാണ് മടങ്ങിയിട്ട് വേണമായിരുന്നു ചെയ്യാൻ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എന്തുവായാലും എൻഡോസൈറ്റോസിസ് വഴി ഈ ഒരു സബ്സ്റ്റൻസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു. അപ്പം ആ ഒരു വെസിക്കിൾ പോയിട്ട് എന്തുമായിട്ട് കമ്പൈൻ ചെയ്യും? ഗോൾജിയായിട്ട് കമ്പൈൻ ചെയ്യുമ്പം ഗോൾജിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പോർഷൻ, മെംബ്രെയിൻ്റെ പോർഷൻ അതിന് റീഗെയിൻ ചെയ്യും. സോ ദാറ്റ് ഈസ് എ റീസൈക്ലിംഗ് ഓഫ് ദി സെക്രീറ്ററി വെസിക്കിൾ. ഓക്കെ. ഇനി അടുത്ത ഫങ്ഷൻ ലൈസോസോം ആൻഡ് മൈക്രോബോഡി ഫോർമേഷൻ. എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഗോൾജി ഇറ്റ് ഫോംസ് ഇനോമസ് എമൗണ്ട് ഓഫ് എൻസൈംസ് കണ്ടെയ്നിങ് വെസിക്കിൾസ്. ഗോൾജിയുടെ ഉള്ളിൽ ഇതേപോലെ കുറേ സെക്രീറ്ററി വെസിക്കിൾസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ? എൻസൈംസ് പ്രസന്റ് ആയിട്ടുള്ള കുറേ സെക്രീറ്ററി ഗ്രാനുൾസ് ഉണ്ടാക്കും. ഈ സെക്രീറ്ററി ഗ്രാനുൾസ് എന്ത് ചെയ്യുന്നറിയാമോ? പുറത്തോട്ട് റിലീസ് ചെയ്യാതെ, ഈ എൻസൈംസ് ലൈസോസോമിനകത്തിരിക്കേണ്ട എൻസൈം ആണെങ്കിൽ ഇത് പുറത്തേക്ക് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് പകരം സെല്ലിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ലൈസോസോംസ് ആയിട്ട് അങ്ങ് മാറും. തമ്മിൽ കമ്പൈൻ ചെയ്ത് സിംഗിൾ മെംബ്രെയിൻ ലൈസോസോംസ് ആയിട്ട് മാറും. ലൈസോസോംസ് മാത്രമായിട്ടല്ല, മൈക്രോബോഡീസ് ആയിട്ട് മാറും. ഇതുമെല്ലാം യൂണിറ്റ് മെംബ്രെയിൻ സെൽ ഓർഗനൽസ് ആണ്, മൈക്രോബോഡീസ് ലൈസോസോംസും ഒക്കെ. ഓക്കെ. അപ്പം അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഗോൾജിയിൽ നിന്ന് വെസിക്കിൾ ഫോം ചെയ്യും. അപ്പോൾ അത് ലൈസോസോമൽ എൻസൈം ആണെങ്കിൽ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതിന് പകരം സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ലൈസോസോമായിട്ട് മാറും. ഈ മൈക്രോബോഡീസ് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പെറോക്സിസോംസും ഉണ്ട്, ഗ്ലയോക്സിസോംസും ഉണ്ട്. പെറോക്സിസോംസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള എൻസൈംസ് ഓക്സിഡേറ്റീവ് എൻസൈംസ് ആണ്, ഓക്സിഡേഷൻ ചെയ്യുന്ന എൻസൈംസ് ആണ് കൂടുതലും. ഗ്ലയോക്സിസോംസ് പറയുമ്പോൾ അത് പ്ലാന്റ്സിൽ മാത്രം, നോട്ട് ചെയ്തോ, പ്ലാന്റ്സിൽ മാത്രം കാണുന്നതാണ്. ഇതിനകത്തുള്ള എൻസൈംസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്സ് ഫാറ്റ് ടു കാർബോഹൈഡ്രേറ്റ്സ്. ഫാറ്റിനെ എന്തായിട്ട് മാറ്റും? കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് മാറ്റും. അതേപോലെ തന്നെ ലൈസോസോമിനകത്ത് കുറേ പ്രോട്ടീൻസ് ഉണ്ടാവും, ലൈസോസോമൽ മെംബ്രെയിൻ. ആ പ്രോട്ടീൻസിനെ ഗ്ലൈക്കോസിലേറ്റ് ചെയ്യുന്നതും ആരാണ്? ഈ ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പം ആ ഒരു രീതിയിലും ലൈസോസോം ഫോർമേഷന് ഗോൾജി കോംപ്ലക്സ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത ഫങ്ഷനാണ് ഗ്ലൈക്കോസിലേഷൻ. ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത് ഉണ്ടായ പ്രോട്ടീൻ അല്ലെങ്കിൽ ലിപ്പിഡ് അതിനെ ചില മോഡിഫിക്കേഷൻ വരുത്തും അതിൻ്റെ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മോഡിഫിക്കേഷൻ്റെ പേരാണ് ഗ്ലൈക്കോസിലേഷൻ. ആ ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നത് ഗോൾജി കോംപ്ലക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പം ലിപ്പിഡ്സിന് ഗ്ലൈക്കോസിലേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് ഗ്ലൈക്കോസ്ഫിങ്കോലിപ്പിഡ്സ്. പ്രോട്ടീൻസ് ഗ്ലൈക്കോസിലേഷൻ നടന്നു കഴിഞ്ഞാൽ ഗ്ലൈക്കോപ്രോട്ടീൻ, ഗ്ലൂക്കോസ് പ്ലസ് പ്രോട്ടീൻസ്. അപ്പം ഈ ഗ്ലൈക്കോസിലേഷൻ ഗോൾജി കോംപ്ലക്സിൽ ചെയ്യാൻ ഒരാളുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ട്, അത് ചെയ്യാൻ കുറേ വർക്കേഴ്സ് ഇല്ലേ, അതേപോലെ. അപ്പം ഗ്ലൈക്കോസൈൽ ട്രാൻസ്ഫറേസ് എന്നാണ് ആ എൻസൈംസിൻ്റെ പേര്. ഇനി ഈ ഗ്ലൈക്കോസൈൽ ട്രാൻസ്ഫറേസിന് ഇത് ഗ്ലൂക്കോസ് യൂണിറ്റ് ആഡ് ചെയ്തല്ലേ ഉള്ളൂ, എവിടെ നിന്നെങ്കിലും അത് എടുക്കണ്ടേ? കാരണം ആ സാധനം കിട്ടണ്ടേ? നമുക്ക് ഒരു സാധനം നമ്മൾക്ക് എടുത്തുകൊണ്ട് വരിക, അത് ഇപ്പോൾ ഒരു കടയിൽ പോയി വാങ്ങുന്ന കണക്ക് ഒരു ഡോണർ ഉണ്ടായിരിക്കണം. അപ്പോൾ സാധാരണ ഡോണറായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു ന്യൂക്ലിയോടൈഡ്സ് ആണ്. യൂറിഡിൻ ഡൈ ഫോസ്ഫേറ്റ് അതിനൊരു എക്സാമ്പിൾ ആണ്. ധാരാളം ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, അതിൽ യൂറിഡൈൻ ഡൈ ഫോസ്ഫേറ്റ് ആണ് ഒരു എക്സാമ്പിൾ, ഷുഗർ യൂണിറ്റിൻ്റെ ഡോണർ.
ഇനി അക്രോസോം ഫോർമേഷൻ. എന്താണ് അക്രോസോം എന്നും ഞാൻ ഇപ്പോൾ ഇതിനകത്ത് പറയാം. സ്പെർമാറ്റോജെനിസിസ് സ്പേം ഫോം ചെയ്യുന്ന സമയത്താണ് ഈ അക്രോസോം ഫോം ചെയ്യുന്നത്. അക്രോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചറാണ് എവിടെ കാണുന്നത്? സ്പേമിൻ്റെ ആൻറ്റീരിയർ എൻഡിലാണ് കാണുന്നത്. അതിനകത്ത് കുറേ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയാലുറോനിഡേസ് ആണ്. ഈ എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതാണ് സ്പേം, ഇതാണ് അക്രോസോം. അപ്പോൾ ഗോൾജി കോംപ്ലക്സിൽ നിന്ന് ഈ അക്രോസോമിൽ ലോഡ് ചെയ്യേണ്ട എൻസൈംസ് ഉള്ള സെക്രീറ്ററി ഗ്രാന്യൂൾസ് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കുറേ ഗ്രാന്യൂൾസ് വന്നിട്ട് ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്ത് ഒരു വലിയ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് അക്രോസോം. അപ്പം പറഞ്ഞില്ലേ, ഇങ്ങനെ കുറേ സെക്രീറ്ററി ഗ്രാന്യൂൾസ് വന്ന് തമ്മിൽ കമ്പൈൻ ചെയ്താണ് അക്രോസോം ഉണ്ടാവുന്നത്. അങ്ങനെ ഈ അക്രോസോം ഫുള്ളി ഫോംഡ് ആകുമ്പോഴത്തേക്ക് എന്താവും? ഗോൾജി കോംപ്ലക്സ് ഡിസപ്പിയർ ചെയ്യും. കാരണം അതിൽ നിന്ന് ആണല്ലോ ഇതുണ്ടായി വരുന്നത്. അതാണ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് അക്രോസോം ഗോൾജി കോംപ്ലക്സ് റെഡ്യൂസ് ഇൻ സൈസ് ആൻഡ് ഫൈനലി ഡിസപ്പിയേഴ്സ്. ഇനി സെൽ വാൾ ഫോർമേഷൻ. പ്ലാന്റ്സിലെ സെൽ വാൾ ഫോർമേഷനിൽ ഗോൾജി കോംപ്ലക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ വാളിലുള്ള ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഹെമിസെല്ലോസ്. അപ്പം ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മനസ്സിലായി, അതിന് ഗ്ലൈക്കോസിലേഷൻ നടക്കണം. ആ ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഗോൾജി കോംപ്ലക്സിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഗ്ലൈക്കോസിലേഷൻ നടത്തിയിട്ട് അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഗോൾജിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ വാൾ ഫോർമേഷൻ. അതേപോലെ സെൽ വാളിലുള്ള കുറേ എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഫങ്ഷൻസ്. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. എങ്ങനെയാണ് ഈ ഗോൾജി ബോഡീസ് ഫോം ചെയ്യുന്നത്? ഈ സെക്ഷൻ്റെ ബിഗിനിങ്ങിൽ ഞാൻ ചെറുതായിട്ട് അത് ഹിൻഡ് ചെയ്തായിരുന്നു. ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? ഗോൾജി അതിൻ്റെ ആ സിസ് ഫേസ് അവിടെ നിന്നാണല്ലോ ഇത് വലുതായി വരുന്നത്. അപ്പോൾ ആ സിസ് ഗോൾജി ഫോം ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാന്ന് പറഞ്ഞു. കാരണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വെസിക്കിൾസ് അല്ലേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഈ വെസിക്കിൾസ് വന്ന് അത് ഫോം ചെയ്തല്ലേ സിസ് ഗോൾജി വളർന്നു വരുന്നതല്ലേ സിസ്റ്ററിനെ ട്രാൻസ് ഗോൾജി ഇങ്ങനെ ആയിപ്പോകുന്നത്. അപ്പം അതിൽ നിന്ന് ക്ലിയർ ആണ് ഗോൾജി ബോഡീസ് ആർ ഫോമിങ് ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് പറഞ്ഞത് യെസ്നർ ആൻഡ് നോവിക്കോഫ് ആണ് 1962. അപ്പോൾ നമ്മൾ ഗോൾജി കോംപ്ലക്സ് ഓർഗനൽ പഠിച്ചു കഴിഞ്ഞു. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.